പിന്നെ നിങ്ങളെ ചോദ്യം പറയുന്നത് ഒരു ബുക്കിൻ്റെ വില ആദ്യം 30% വർദ്ധിച്ചു, പിന്നീട് 10% കുറഞ്ഞു. ഈ രണ്ട് ചേഞ്ചസ് വന്നപ്പം വിലയിൽ 170 രൂപയുടെ ഒരു വർധന ഉണ്ടായെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ബുക്കിൻ്റെ യഥാർത്ഥ വില എന്തായിരുന്നു? അപ്പോൾ ഈ രണ്ട് ചേഞ്ചസിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് എന്തെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ? വിലയിൽ ആദ്യം 30% വർധനവ്, അപ്പോൾ ഞാൻ എഴുതി വെക്കുകയാണ് 130. ശരി, ഇനി എന്താ പറയുന്നത്? 10% കുറഞ്ഞു. 10% കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ 90 എന്ന് എഴുതി വെച്ചു. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇവരുടെ കമ്പൈൻഡ് എഫക്റ്റാണ് കാണണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവരെ ഗുണിക്കുന്നു. ഡിവൈഡഡ് ബൈ 100. ശതമാനത്തിൽ ആൻസർ നിർത്താൻ വേണ്ടിയാണ് ഒരു 100 മാത്രം ഇടുന്നത്. സീറോസ് ക്യാൻസൽ ആകും. അപ്പോൾ എന്താ കിട്ടുക? 13 × 9 117% എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചേഞ്ചസ് വന്നു കഴിയുമ്പം 100% വിലയുള്ളൊരു സാധനത്തിൻ്റെ വില എത്രയായി മാറും? 117% മാറുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് ചേഞ്ചാണ് ഇവിടെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരു 17% വർധനവാണ് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ശതമാനത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈ രണ്ട് ചേഞ്ചസിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു 17% വർധനവാണ്. ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചോദ്യത്തിൽ പറയുന്നു ഈ രണ്ട് ചേഞ്ചസും കാരണം 170 രൂപയുടെ വർധനവുണ്ടായി. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം, നമ്മൾ ഈ പറഞ്ഞ് 17% വർധനവ് വിലയെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചാൽ 170 രൂപ കൂടി. അപ്പം 17% വിലയാണ് 170. എന്താ കണ്ടുപിടിക്കണ്ടേ? 100% എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സിംപിളി നമുക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനൊന്ന് ക്രോസ് ചെയ്യാം. 100 × 170 ഡിവൈഡഡ് ബൈ 17. 17 170 കൂടെ വെട്ടിപ്പോവും 10. 100 × 10 എത്രയാണ് ആൻസർ? 1000 ആണ്. ക്ലിയർ ആയോ? ഇങ്ങനെ ചിന്തിച്ചാലും മതി. 17നെ 10 കൊണ്ട് ഗുണിച്ചാൽ 170, 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ 1000. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക് യു.